ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് തലയിലെ താരൻ മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതുപോലെ തലയിലെ ചൊറിച്ചിലുകൾ എന്നിങ്ങനെയൊക്കെ. ഈ താരൻ കൂടിക്കഴിയുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകലും അതുപോലെ കൺപീലികളിലും ഒക്കെ നിറയെ താരനായിട്ട് കാണപ്പെടുന്നത്. ഇതിന് നമുക്ക് ആയുർവേദത്തിൽ 100% ഫലപ്രദമായ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഉണ്ട്. അത് ഒരുതരം ഓയിലാണ്. അതിന് പറയുന്നത് അയ്യപ്പാല വെളിച്ചെണ്ണ എന്നാണ്. ഇത് നമുക്ക് കൃത്യമായി 2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല പൂർണ്ണമായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അയ്യപ്പാല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. അത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ അയ്യപ്പാല വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഇത് അയ്യപ്പാല കേരതൈലം എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് വളരെ ഗുണമുള്ള ഒരു ഓയിലാണ്. ഈ അയ്യപ്പാല വെളിച്ചെണ്ണ നമ്മുടെ തലയിലെ താരനെ നിശേഷം ഇല്ലാതാക്കി തരുന്നതാണ്. നമുക്ക് ഒരു 2 ആഴ്ച തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം കിട്ടും. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം പുരട്ടിയാൽ മതി. അങ്ങനെ നമുക്കിത് നമ്മുടെ തലയിലെ താരനെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. താരൻ കൂടി നമ്മുടെ പുരികത്തിലും കൺപീലിയിലും അതുപോലെ മുടിയിലും ഒക്കെ ധാരാളം ഇങ്ങനെ വെളുത്ത പൊടി പോലെ വരാറുണ്ട്. മുഖത്ത് നെറ്റിയിലൊക്കെ നിറച്ച് കുരുക്കൾ വരും താരൻ കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് നമുക്ക് താരൻ മൂലം വിഷമിക്കുന്നതാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ത്വക്ക് രോഗത്തിന് ഇത് 100% റിസൾട്ട് തരുന്നതാണ്. കോട്ടയ്ക്കലെ ഈ അയ്യപ്പാല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഈ രോഗത്തിനെ മാറ്റിത്തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എല്ലാവിധ നമ്മുടെ സ്കിൻ ഡിസീസിനും ഇത് വളരെ നല്ലതാണ്. എവിടെ നമുക്ക് സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ഇത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അയ്യപ്പാലയ്ക്ക് ദന്തപാല എന്നും പറയും. അതുപോലെ നമ്മുടെ ആര്യവേപ്പ്, ഇതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഇതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഒരു റെഡിഷ് കളറാണ് ഇതിന്. അങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞ് കുളിക്കുമ്പോൾ തോർത്തിലും അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പില്ലോയിലും ഒക്കെ ഇതിൻ്റെ ഈ കളറ് പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയാൽ പോലും അത്ര കളറ് പൂർണ്ണമായിട്ടും പോകത്തില്ല. അപ്പം നമുക്കിതൊരു 15 മിനിറ്റിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ചും നമുക്ക് തല കഴുകാവുന്നതാണ്. താളികളാണെങ്കിൽ നമുക്ക് ചെമ്പരത്തി താളി ഉപയോഗിക്കാം. അതുപോലെ വെള്ളിയിലെ താളി എന്ന് പറയും, അങ്ങനത്തേത്. അതില്ലെങ്കിൽ ചീവയ്ക്കാപ്പൊടി, ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ്. അപ്പോൾ മുടിയിലെ ആ കളറ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നമുക്ക്. നമ്മുടെ ഈ അയ്യപ്പാല വെളിച്ചെണ്ണയുടെ ഇതേ കളർ എന്ന് പറയുന്നത് നമുക്ക് റെഡിഷ് ബ്രൗൺ ആണ്. ഇതിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് 200 മില്ലിയുടേതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 175 രൂപ. നമുക്കിതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 2027 വരെയാണ്. 2024 തൊട്ട് 2027 വരെയുണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദന്തപാലയും ആര്യവേപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർന്ന് ഇത് 3 കൂടി ചേർന്നാണ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വളരെ ഉപയോഗമാണ്. നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ താരനും എല്ലാം വളരെ നല്ലതാണിത്. അത് സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിനും എല്ലാം വളരെ നല്ലതാണിത്. ഇതാണ് നമ്മുടെ തലയിലെ താരൻ കളയാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിലെ വളരെ എഫക്റ്റീവായിട്ടുള്ള എണ്ണ. ഈ എണ്ണ എൻ്റെ കൂട്ടുകാരെല്ലാം ഉപയോഗിച്ചതിന് ശേഷം എന്നെ കമൻ്റ് അറിയിക്കണം. ഞാനിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ തലയിലെ താരൻ നിശേഷം മാറി എനിക്ക് 100% റിസൾട്ട് കിട്ടിയ ഒന്നാണ്. അപ്പോൾ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.